എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, മനസ്സ് വളരെ ക്ലിയർ. ഒരു സ്ത്രീ അവളെ വീട്ടില് സ്വന്തം പെൺകുട്ടിയുണ്ട്, ആയിഷ എന്നാ പേര്. മകൻ അബൂബക്കർ കെട്ടിയിട്ട് വന്നൊരു പെൺകുട്ടിയുണ്ട്, ഫാത്തിമ എന്നാ പേര്. ആയിഷ ഇങ്ങനെ ഒരു സൽക്കാരം നടക്കുമ്പോ സ്വന്തം മകള് സൽക്കാരം നടക്കുമ്പോ ഒരു 12 ഗ്ലാസ് ഒന്നായിട്ട് അട്ടിക്കിങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോവാണ് ചായ കൊടുക്കാൻ. അപ്പൊ ഈ ആയിഷ അറിയാതെ വഴുതി വീണ് 12 ഗ്ലാസും പൊട്ടി. ഉമ്മ ചോദിച്ചു, എന്താണ് ആയിഷ ശബ്ദം? ഉടനെ തന്നെ ഉമ്മാനോട് ആയിഷാന്റെ മറുപടി, ഉമ്മ ഞാൻ വീണു, എന്റെ മാക്കെന്തോ പറ്റിയോ? ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റില്ല, ഗ്ലാസ് 12 പൊട്ടിപ്പോയി. സാരയില്ല മോളെ, അത് അള്ളാന്റെ കതിർന്നുള്ളൂ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, അൽഹംദുലില്ലാ. ഉമ്മ സന്തോഷായി. 12 ഗ്ലാസ് പൊട്ടിയപ്പോ ഉമ്മാക്ക് സന്തോഷം. എന്താ സന്തോഷം? പൊട്ടിയ വകയിലല്ല, മകക്കൊന്നും പറ്റിയില്ലല്ലോ, സന്തോഷം, അൽഹംദുലില്ലാ. അന്നങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം സൽക്കാരമൊന്നുമില്ല. ഭർത്താവിന്റെ ബാപ്പക്ക് ചോറ് കൊണ്ടുകൊടുത്തിട്ട് ചൂടുവെള്ളം കൊണ്ടുകൊടുക്കാണ് ആര്? മകള് ഫാത്തിമ. ഏത് മകള്? മകന്റെ ഭാര്യ, സ്വന്തം മകളല്ല, മകന്റെ ഭാര്യ. ഫാത്തിമ ഗ്ലാസും വെള്ളവും ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഫാത്തിമയും ബാക്കി അതേ സ്ഥലത്ത് തന്നെ. മകന്റെ ഭാര്യ വീണ് ഗ്ലാസ് പൊട്ടി. ഉമ്മ ചോദിച്ചു, എന്താ മോളെ? ഫാത്തിമ എന്താ ശബ്ദം? ഉമ്മ ഞാൻ വീണു, എന്നിട്ടോ ഗ്ലാസ് പൊട്ടിപ്പോയി. ഉടനെ പൊളിക്കല്ലേ ഇവിടെ? ഈ ഉമ്മാന്റെ മറുപടിയാണ്, ഉള്ളതൊക്കെ പൊളിക്കാൻ തന്നെ വന്നതല്ലേ ഇവിടെ? സുബ്ഹാനല്ലാഹ്. സ്വന്തം മകളെ കയ്യിൽ 12 എണ്ണം പൊളിഞ്ഞപ്പോ അള്ളാന്റെ കതിർ, മകന്റെ ഭാര്യന്റെ കയ്യിൽ ഒറ്റ ഗ്ലാസ് പൊളിഞ്ഞപ്പോ പൊളിക്കാൻ തന്നെ വന്നത്. ഇങ്ങനത്തെ ചില ഉമ്മാരുടെ കാസർഗോഡിൽ അങ്ങനത്തെ ഉമ്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മകന്റെ ഭാര്യയ്ക്ക് എന്തുണ്ട് കുറ്റമെന്ന് നോക്കി നടക്കുന്ന ചില ഉമ്മാര്. മനസ്സിന്റെ ഒരു ദോഷം നോക്ക് നിങ്ങൾ, കറുത്ത മനസ്സ്. നേരെ മറിച്ച് ഇന്നലെ എന്റെ മകള് 12 ഗ്ലാസും കൊണ്ട് വീണപ്പോ മനസ്സിൽ അലിവ് തോന്നിയ ഈ ഉമ്മക്ക് എന്തുകൊണ്ട് മകന്റെ ഭാര്യയോട് അലിവ് തോന്നിയില്ല? അതും പെൺകുട്ടിയല്ലേ, അവളും വഴുതി വീണതല്ലേ? അത് ചിന്തിക്കാനുള്ള മനസ്സ് ഈ ഉമ്മക്ക് എന്തുകൊണ്ടുണ്ടായില്ല? ചില ഉമ്മാരുണ്ട്, അവളിവിടെ വന്നതല്ലേ, വന്നാളല്ലേ ബഹുമാനിക്കേണ്ടത്, നാട്ടിലുള്ള ആളെ ബഹുമാനിക്കേണ്ടത്. ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ വന്നവരെ അല്ലേ ബഹുമാനിക്കേണ്ടത്? ചില ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയോ? മക്കളെ ഭാര്യമാരോട് എന്തോ ഒരു പ്രതിപക്ഷ മനോഭാവം. ചില സ്ത്രീകൾക്കൊക്കെ ഉള്ള സുഖമാണ്, ചില പുരുഷന്മാർക്കുണ്ടങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യൂ? ഞാൻ വേദനയോടെ പറയട്ടെ, നമ്മളെ നാട്ടിൽ ഏകദേശ ആളുകളും വിദേശത്ത് പോകല. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പോണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കല്യാണം കഴിച്ച് നല്ലൊരു ചെറുപ്പക്കാരി പെൺകുട്ടിനെ കല്യാണം കഴിച്ചു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇവന്റെ വിസന്റെ അവധിയായി. കാരണം ആകെ ഒരു മാസം ലീവ് കിട്ടി. 2 ആഴ്ചയോളം പെണ്ണിനെ നോക്കി നടന്നതാ. നോക്കി ഒന്നും പിടിക്കുന്നില്ല ഇവന്. പല ആളുകളും പെണ്ണിനെ കാണാൻ പോകുമ്പോ സ്വന്തം കണ്ണാടിയിൽ നോക്കാണ്ട് പോയി കളിയും. ഏതാളും പെൺകുട്ടിയെ കാണാൻ പോകുമ്പോ സ്വന്തം ആദ്യം പോയിട്ട് കണ്ണാടിയിൽ നോക്കണം, ഞാനെങ്ങനെയുണ്ട്. എന്നിട്ട് ഇക്കട്ടെ കുറെ കെട്ടാൻ പോകുന്നതിനെ നോക്കാന് എന്നാ ഏകദേശം പിടിക്കൂ. നേരെ വെച്ച് സ്വന്തം കണ്ണാടിയിൽ നോക്കൂല, ഞാൻ ഭയങ്കര ചൊങ്കനാന്ന് വിചാരിച്ചാ പോവാ. അപ്പൊ പിന്നെ ഒറ്റയും പിടിക്കൂല. അവിടെ ആരും, നമ്മൾ മുത്തലിമികളോടൊക്കെ ക്ലാസ്സിൽ പറയലുണ്ട്, നിങ്ങളൊക്കെ പെണ്ണിട്ടുമ്പോ പെണ്ണ് കാണാൻ പോകുമ്പോ ആദ്യം ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പോകണോ. ഇക്കട്ടെ കുറെ ദിവസം ഇങ്ങനെ തെരഞ്ഞു അവസാനം ഒന്ന് കല്യാണം കഴിച്ചു കഴിയുമ്പോഴേക്ക് അറബി വിളിച്ച് ഇവൻ പോയി. ഈ പെൺകുട്ടി ഇവനെയും കാത്ത് എത്ര ദിവസമാണ് നിൽക്കേണ്ടത്? ചിലപ്പോ 2 കൊല്ലം, അല്ലെ 1 കൊല്ലം, അല്ലെങ്കിൽ 6 മാസം ഇങ്ങനെ കാത്തിക്കണോ? അതിലപ്പുറമൊന്നും പിന്നെ ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്.
അപ്പോ ഈ കാത്തിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവൾക്ക് ഈ വീട്ടിൽ ആരാ ഉള്ളത്? ബാപ്പുണ്ടോ? ഇല്ല. ഉമ്മണ്ടോ? ഇല്ല. ആങ്ങളുണ്ടോ? ഇല്ല. ഏട്ടത്തിണ്ടോ? ഇല്ല. അഞ്ചത്തിണ്ടോ? ഇല്ല. അമ്മാമനുണ്ടോ? ഇല്ല. അവൾ ആരുണ്ട് ഇവിടെ ഈ വീട്ടിൽ? ആരുമില്ല. ഇവളിവിടെ വന്നതെന്തിനാണ്? ഇവളെ കല്യാണം കഴിച്ച ആരാണ്? കല്യാണം കഴിച്ച് ചെറുപ്പക്കാരൻ. അവനെവിടെ? അവൻ പോയിട്ട് കാലത്തിൽ. ഇവള് പിന്നെ ഇവിടെ എന്തിനാ നിൽക്കുന്നത്? ഇവൾ ആ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചതിന്റെ പേരിൽ മാത്രം ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. ആ പെണ്ണിന്റെ മാനസികമായ പ്രശ്നം എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ പെണ്ണായി നോക്കണം, അല്ലാതെ പറയാൻ കഴിയില്ല. മനസ്സിന്റെ പ്രശ്നം. ഉമ്മയില്ല, വാപ്പയില്ല, ആങ്ങളാരില്ല, കുട്ടിക്കാലം മുതൽ കണ്ട ആരുമില്ല, കെട്ടിക്കൊണ്ടുവന്ന ഭർത്താവുമില്ല. പിന്നുള്ളതായി ഈ ഭർത്താവിന്റെ വാപ്പയും ഭർത്താവിന്റെ ഉമ്മയൊക്കെ ഉള്ളത്. അവിടെ ഇവളിങ്ങനെ കഴിയ, ആരുമില്ലാതെ കഴിയ. ഇപ്പൊ മനസ്സിന്റെ സമ്മർദ്ദം എത്ര വിഷമമുള്ളതായിരിക്കും. ആ പെൺകുട്ടിയെ രാവിലെയും വൈകുന്നേരവും രാത്രിയോ ഒക്കെ മനസ്സിന് കുത്തി വേദനിപ്പിക്കുന്ന ചില ഉമ്മ ഈ പെൺകുട്ടിക്ക് സമാധാനം കൊടുക്കുന്നതിന് പകരം അക്രമം ചെയ്ത നിന്റെ മകനാ. എന്താ അക്രമം ചെയ്തത്? ഈ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ട് അവൻ പോയി. അക്രമം ചെയ്തത് നിന്റെ മകനാ. ആ മകനെ സ്നേഹിക്കുന്നുണ്ടോ ഉമ്മ? ആ മകനെ സ്നേഹിക്കുന്നുണ്ടോ ബാപ്പ? എങ്കിൽ ആ മകന്റെ ഭാര്യയോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം നിങ്ങൾ. ആ മകന് വേണ്ടിയാണ് ഈ പെൺകുട്ടി ഇവിടെ കിടക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. ആ മകനെ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? എങ്കിൽ ഈ പെൺകുട്ടിയോട് നല്ല നിലക്ക് പെരുമാറണം. ആ പെൺകുട്ടിക്ക് തോന്നണം, എന്റെ സ്വന്തം ബാപ്പയേക്കാൾ നല്ല പെരുമാറ്റമുള്ള ആളാണ് എന്റെ ഭർത്താവിന്റെ ബാപ്പ. എന്റെ സ്വന്തം ഉമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഉമ്മയാണ് എന്റെ ഭർത്താവിന്റെ ഉമ്മ. ഭർത്താവ് നാട്ടിൽ വരണമെന്നില്ല, എനിക്ക് സ്നേഹം ഉമ്മാന്റെ അടുത്ത് കിട്ടുന്നുണ്ട്, ഭർത്താവിന്റെ ഉമ്മന്റെ അടുത്ത് എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, ഭർത്താവിന്റെ ബാപ്പന്റെ അടുക്കൽ എനിക്കിതാ താലോലം കിട്ടുന്നുണ്ട്, എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് സന്തോഷം കിട്ടുന്നുണ്ട്, ഭർത്താവിന് 6 മാസം കൂടി നിന്നാലും പ്രശ്നമൊന്നുമില്ല, എനിക്കിവിടെ സന്തോഷത്തിന്റെ ജീവിതമുണ്ട് എന്നീ പാവപ്പെട്ട ചെറുപ്പക്കാരിയായ 40 വയസ്സെത്തിയിട്ട് അതാ അനുഭവത്തിന്റെ പ്രായമൊന്നും പെൺകുട്ടിക്ക് അയച്ചില്ല ചിന്തിക്കാന്. 16, 17, 18, 19 വയസ്സുള്ള പാവപ്പെട്ട ചെറിയ മനസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മനസ്സിന് ധൈര്യം കിട്ടാൻ, ആ പെൺകുട്ടിയുടെ മനസ്സിന് മനോധൈര്യം കിട്ടാൻ ഉമ്മമാരെ, നിങ്ങളെ സ്വന്തം മക്കളെക്കാൾ, സ്വന്തം പെൺകുട്ടികളെക്കാൾ നല്ല സ്വഭാവത്തോടെ ആ പെൺകുട്ടികളോട് പെരുമാറണം. നിങ്ങളെ മനസ്സ് വളരെ ക്ലിയർ ആകണം. ബാപ്പമാരെ, നിങ്ങളെ സ്വന്തം മക്കളെക്കാൾ നിങ്ങൾ ആ പെൺകുട്ടികളോട് നല്ല സ്വഭാവം കാണിക്കണം. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മനസ്സിന് സമ്മർദ്ദമാണ്, മനസ്സിന് പ്രയാസമാണ്. ആ പെൺകുട്ടി നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് രാത്രി 9:30, 10:30, 11:30 മണിയാകുമ്പോ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളമൊലിക്കുന്നുണ്ട് കേട്ടോ. നീ അതറിയുന്നില്ല. കണ്ടില്ല ഉമ്മാ നിന്റെ മുന്നിൽ നിന്ന്. അപ്പുറത്ത് ആയിഷ മരിച്ചില്ലേ? ആ ആയിഷ മരിച്ചിട്ട് ഖബർ കൊണ്ടുപോകുമ്പോ പൊന്ന് കൊടുത്തോ, വെള്ളി കൊടുത്തോ, മോതിരം കൊടുത്തോ? ഒന്നുമില്ലാതെ പരുത്തിയും വെച്ച് കൊണ്ടുപോയത് കണ്ടില്ലേ? ഈ പൊന്നിനെയും പൂജിച്ച് നടക്കുന്ന നിനക്ക് നാണമില്ലേ?
നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഒരു പെൺകുട്ടിയുടെ ബാപ്പ, ഒരു പെൺകുട്ടിയുടെ ഉമ്മ അവനവന്റെ മകൾക്ക് സ്വർണ്ണാഭരണം കൊടുക്കണമെന്ന് ആശിക്കാത്ത ബാപ്പ ഉണ്ടാകുമോ? എന്റെ മകൾക്ക് സ്വർണ്ണാഭരണം വേണമെന്ന് ആശിക്കാത്ത ഉമ്മ ഉണ്ടാകുമോ? കഴിയാഞ്ഞിട്ടല്ലേ ആ ബാപ്പ കൊടുക്കാത്തത്? കഴിയാഞ്ഞിട്ടല്ലേ ആ ഉമ്മ കൊടുക്കാത്തത്? അത് ചിന്തിക്കാൻ വലിയ ബുദ്ധി വേണോ നിനക്ക്? വെറുതെ അള്ള തലച്ചോറ് തന്നത് നിനക്ക് ചിന്തിച്ചുകൂടെ? ഇല്ലാഞ്ഞിട്ടായിരിക്കും അവർ കൊടുക്കാത്തത്. ആ ചെറിയ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഉമ്മാ നിനക്ക് സമാധാനിപ്പിച്ചുകൂടെ? നീ പറയണം, മോളെ നിന്റെ ബാപ്പ 25 പവൻ തരൂന്ന് പറഞ്ഞിട്ട് 23 പവനേ ഉള്ളൂ. എന്റെ മകൾക്ക് മനസ്സിന് വിഷമം വേണ്ട. എന്റെ മകനുണ്ടല്ലോ പോയിക്കുന്നു ദുബായില്, നീ നന്നായിട്ട് ദ്വാരുന്ന മോളെ. എന്റെ മകൻ അള്ളങ്ങ് കൊടുത്താല് 25 എന്റെ മകൻ നിനക്ക് വേണ്ട പോലെ പൊന്നു തരും. അതിനെന്റെ മകന് ബറക്കത്തുണ്ടാകാൻ ഞാൻ ദ്വാ ചെയ്യുന്നുണ്ട്. നീയും ഒന്ന് ദ്വാർക്ക് മോളെ. നിന്റെ മനസ്സിന് വിഷമം വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? അങ്ങനെ പറയുന്ന ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? മനസ്സിന്റെ ശുദ്ധി അവിടെയാ കാണിക്കേണ്ടത്. ആ പെൺകുട്ടിക്ക് അപ്പൊ തോന്നുന്നു, ഉമ്മാക്ക് എന്നോട് എന്തൊരു സ്നേഹമാണ്, എന്റെ ഭർത്താവിനോട് എന്തൊരു സ്നേഹമാണ്. ഈ ഉമ്മ തുപ്പിവെച്ച കോളാമ്പി അത് ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കും. ഈ ഉമ്മാന്റെ തുണി ഞാൻ തന്നെ അലക്കി കൊടുക്കും. ഈ ഉമ്മക്ക് എന്താണ് പാതിരക്ക് വെള്ളം ഞാൻ തന്നെ ചൂടാക്കി കൊടുക്കും. ഈ ഉമ്മക്ക് വേണ്ട ഖിദ്മത്ത് മറ്റൊരാളെ തൊടാൻ ഞാൻ വിടൂല. എന്റെ ഭർത്താവിന്റെ ഉമ്മ, എന്റെ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഉമ്മ, ആ ഉമ്മന്റെ മുഴുവൻ ഖിദ്മത്തും ഞാൻ ചെയ്യും. ഉമ്മാക്ക് വേണ്ടി വന്നാൽ ഞാൻ മരിക്കുമെന്ന് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം നീ പിടിച്ചു വെച്ചിപ്പോയി. നീ ആ പെൺകുട്ടിയുടെ താല്പര്യം പിടിച്ചു വെച്ചിപ്പോയി. ഒറ്റയ്ക്കിരിക്കുമ്പോ ഈ പെൺകുട്ടി രാത്രിയിൽ ഇങ്ങനെ ദ്വാ ചെയ്യുന്നു, എന്റെ ഭർത്താവിന്റെ ഉമ്മന്റെ ആയുസ് നീട്ടിക്കൊടുക്കണം റബ്ബേ. എന്റെ ഭർത്താവിന്റെ ഉമ്മക്ക് നീ ആയുസ് കൊടുക്കണം റബ്ബേ. ഭർത്താവില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ഉമ്മാനെ കിട്ടിയല്ലോ. ആ പെൺകുട്ടിയുടെ ദുആ നിനക്ക് സമ്പാദ്യമല്ലേ ഉമ്മ? നേരെ മറിച്ച് പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ നിനക്ക് ആ പെൺകുട്ടിയുടെ മനസ്സ് വേദനിച്ചുകൊണ്ടുള്ള ആ ശാപമല്ലേ നിനക്ക് തട്ടുന്നത്? നിനക്ക് എന്തുകൊണ്ട് ഈ നിലക്കൊന്ന് ചിന്തിച്ചുകൂടാ? ഇതുപോലെ ബാപ്പമാരോടും പറയട്ടെ, നല്ല സ്വഭാവത്തോടെ മക്കളുടെ ഭാര്യമാരോട് പെരുമാറണം. അത് നിങ്ങളെ മക്കൾക്ക് മനസ്സമാധാനത്തിന് കാരണമാണ്, കുടുംബത്തിന്റെ സമാധാനത്തിന് കാരണമാണ്. അന്യനാട്ടിൽ പോയി ബാപ്പയില്ല, ഉമ്മയില്ല, ചേട്ടന്മാരില്ല, കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, മരുഭൂമിയിൽ നിന്ന് വിയർപ്പ് പൊലിച്ചിട്ട് അതാ മുതലാളിമാരാട്ടും തുപ്പും കിട്ടിയിട്ട് ഓഫീസിൽ ചെല്ലുമ്പം പേടിച്ചിട്ട് വിസ അടിച്ചു കിട്ടുമോ, ഇക്കാമ ശരിയാകുമോ, ലൈസൻസ് പാസ്സാകുമോ, എന്റെ കടം തീർന്നു കിട്ടുമോ, എന്റെ കുടുംബത്തിൽ അകന്നു നിൽക്കുന്ന ഞാൻ ഇവിടുന്ന് മയ്യിത്തായിട്ട് നാട്ടിൽ പോകുമോ, അല്ല ഞാൻ സന്തോഷത്തോടെ പെട്ടിയുമെടുത്തു പോകുമോ എന്ന് ചിന്തിക്കുന്ന വിദേശ നാടുകളിൽ കഴിയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനില്ലേ, അവന്റെ മനസ്സിന് സമാധാനമായില്ലേ? എന്റെ വീട്ടിൽ എന്റെ ഉമ്മയും ഭാര്യയും സന്തോഷത്തിലാണ്, ബാപ്പയും ഭാര്യയും സന്തോഷത്തിലാണ്, എന്റെ അമ്മോശനും എന്റെ ബാപ്പയും തമ്മിൽ സന്തോഷത്തിലാണ്. ആ മകന് വലിയ സന്തോഷം കിട്ടിയില്ലേ? നേരെ മറിച്ച് നീ ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയുന്നത് എന്റെ ഭാര്യ, പിന്നെ ഒരു അരമണിക്കൂർ ഭാര്യന്റെ കുറ്റം, എന്റെ അമ്മോശൻ അങ്ങനെ ചെയ്തു, എന്റെ അമ്മായി ഇങ്ങനെ പറഞ്ഞാളഞ്ഞു, പിന്നെ എന്റെ അമ്മായി ഇങ്ങനെ പറഞ്ഞു, എന്റെ അമ്മോശൻ ഇങ്ങനെ ചെയ്തു, എന്റെ ഭാര്യ അങ്ങനെയാക്കി. എപ്പോ നോക്കുമ്പോ ഫോൺ ചെയ്താലും ഭാര്യ വീട്ടുകാരെ ചെറുപ്പക്കാരോട് ഇങ്ങനെ പറയന്നെ. ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പഠിച്ചവന് എന്തൊരു സങ്കടാണിത്, എന്തൊരു ജീവിതമല്ലേ ഇത്
എന്റെ വീട്ടിലൊരു എനിക്ക് ഇവിടെയൊരു സമാധാനമില്ലല്ലോ, വീട്ടിൽ വരുന്ന ഫോണിനും ഒരു സമാധാനമില്ലല്ലോ, ഒരു കത്തിനും സമാധാനമില്ലല്ലോ, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കി നിന്റെ സ്വന്തം നീ പ്രസവിച്ച മകൻ, നീ ജന്മം കൊടുത്ത മകൻ, നീ അറിയുന്നില്ല എന്റെ ബാപ്പയോട് ഞാൻ എന്ത് പറയും, എന്റെ ഉമ്മയോട് ഞാൻ എന്ത് പറയും, ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ എന്ത് പറയും, ഞാൻ അവളെയും കെട്ടിയിട്ടിങ്ങി പോന്നതല്ലേ, ഞാൻ അവളോട് ചെയ്തതും തെറ്റല്ലേ, എന്റെ ബാപ്പനെ എനിക്ക് തള്ളാൻ പറ്റുമോ, ഉമ്മാനെ തള്ളാൻ പറ്റുമോ, എനിക്ക് മനസ്സിന് സമാധാനമില്ലല്ലോ, എന്റെ ജീവിതം ഇങ്ങനെ പോയല്ലോ. ആ ചെറുപ്പക്കാരന്റെ മനക്കരുത്ത് നഷ്ടപ്പെട്ടില്ലേ, ചെറുപ്പക്കാരന്റെ മനസ്സുരുകിയില്ലേ, ചെറുപ്പക്കാരനൊരായിരം രോഗം വന്നില്ലേ, മനസ്സിന് സമാധാനമില്ലാതെ ആ ചെറുപ്പക്കാരന്റെ ആരോഗ്യം നശിച്ചില്ലേ, അവൻ രോഗിയായില്ലേ. കാരണം ഈ വീട്ടിലുള്ള ആളുകളെ സ്വഭാവത്തിന്റെ ദോഷമല്ലേ. അതുകൊണ്ട് തന്നെ പറയട്ടെ, മക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, മക്കളെ സ്നേഹിക്കുന്ന ബാപ്പമാരെ, സഹോദരന്മാരെ സ്നേഹിക്കുന്ന പെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ പരമാവധി ക്ഷമിച്ചു നിന്നുകൊണ്ട് ഇനി അഥവാ നമ്മളെ വീട്ടിൽ വന്ന പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ ദോഷമുണ്ടെങ്കിൽ തന്നെ, നമ്മളെ വീട്ടിൽ വന്ന പെൺകുട്ടിയുടെ ആൾക്കാരെ സ്വഭാവത്തിൽ ദോഷമുണ്ടെങ്കിൽ തന്നെ, ആ ഭർത്താവൊന്ന് നാട്ടിൽ വരുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിച്ചു നിൽക്കുക, നല്ല നിലക്ക് ഉപദേശിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവന് മനസ്സിന് സമാധാനം കൊടുത്ത് അന്യരാജ്യത്ത് ജീവിക്കാൻ അവസരം കൊടുക്കുക. അവൻ നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം, ക്ലിയറാക്കാം എന്നുള്ളൊരു ക്ഷമയെങ്കിലും നമുക്കുണ്ടാകണമെന്ന് ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി പറയട്ടെ. ഇതുപോലെ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ, ഓ സഹോദരിമാരേ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ പ്രിയം വെക്കുന്നില്ലേ? ഭർത്താവ് നരകത്തിൽ കിടക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്കും ഭർത്താവിനും ഒന്നായി സ്വർഗത്തിലെത്തണ്ടേ? സ്വന്തം ഉമ്മാനെ ധിക്കരിച്ചുകൊണ്ട് ഭർത്താവിന് സ്വർഗത്തിലെത്താൻ കഴിയോ? സ്വന്തം ബാപ്പന്റെ പൊരുത്തമില്ലാതെ ഭാര്യന്റെ പൊരുത്തം വാങ്ങിയാൽ ഭർത്താവിന് സ്വർഗത്തിലെത്താൻ കഴിയോ? അമ്മോശന്റെ പൊരുത്തം കൊണ്ട് ഭർത്താവിന് സ്വർഗത്തിലെത്താൻ കഴിയോ? നിന്റെ ഭർത്താവ് സ്വർഗത്തിലെത്തണ്ടേ? ആ സ്വർഗത്തിൽ നിന്റെ ഭർത്താവ് എത്തണമെങ്കിൽ നിന്റെ ഭർത്താവിന് സ്വന്തം ഉമ്മന്റെ പൊരുത്തം വേണ്ടേ? സ്വന്തം ബാപ്പന്റെ പൊരുത്തം വേണ്ടേ? അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ, ഭർത്താക്കന്മാരെ വീട്ടിൽ വെച്ച് ഏത് ദുഷിച്ച സ്വഭാവമുണ്ടെങ്കിലും നിങ്ങളൊന്നങ്ങ് ക്ഷമിച്ചേക്കണേ. ആ ക്ഷമയ്ക്ക് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തിന് കണക്കില്ല കേട്ടോ. ഭർത്താവിന്റെ സ്വഭാവദൂഷ്യത്തിന് ക്ഷമിക്കുന്ന സ്ത്രീക്ക് ആസിയ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രതിഫലമല്ലേ അള്ളാന്റെ റസൂല് വാഗ്ദത്തം ചെയ്തത്? ഫിർഔനിന്റെ ഭാര്യയല്ലേ ബീബി ആസിയ. ബീബി ആസിയ റളിയല്ലാഹു അൻഹ ഈമാനുണ്ടായി എന്ന ഒറ്റക്കാരണം കൊണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന ഒറ്റക്കാരണം കൊണ്ട് നിരത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് കൈക്കും കാലിനും ആണി വെച്ചടിച്ച്, ആണി വെച്ച് തറച്ച് നെഞ്ഞിലും ആണി തറിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഫിർഔനിന്റെ കിരാതമർദ്ദനങ്ങൾ നടക്കുമ്പോ, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയണേ റബ്ബേ. ഫിർഔനും കൂട്ടരുമിതാ എന്നെ ആക്രമിക്കുന്നു, ഭർത്താവ് ആക്രമിക്കുന്നു, ഭർത്താവിന്റെ ആൾക്കാർ ആക്രമിക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ വീട് തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച ആസിയ ബീവിക്ക് കൊടുക്കുന്ന പ്രതിഫലം ചെറുതല്ല. ആസിയ ബീവിക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഭർത്താവായി കിട്ടുന്നു. സന്തോഷം തന്നെ. ആസിയ ബീവിയുടെ പ്രതിഫലം, ആസിയ ബീവിയുടെ മഹത്വം അതാ ഭർത്താവിന്റെയും കൂട്ടരുടെയും സ്വഭാവത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന പെൺകുട്ടികളെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു.
അതുകൊണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ ഭർത്താവിനെ പ്രിയം വെച്ച് ക്ഷമിക്കാൻ വളരണം. അത് പോരാ, നിങ്ങൾ പറയിപ്പിക്കാത്ത വിധത്തിലുള്ള സ്വഭാവം അങ്ങോട്ട് കാണിക്കണം. സ്വന്തം ഉമ്മയേക്കാൾ ഭർത്താവിന്റെ ഉമ്മനെ പ്രിയം വെച്ച് ആദരിച്ച് ഭർത്താവിന്റെ ബാപ്പനെ ബഹുമാനിച്ച് നിങ്ങളെ ഭർത്താക്കന്മാരെ സഹായിക്കണം. എന്തിന് സഹായം? ഭർത്താവിന് സ്വർഗത്തിൽ കടക്കാൻ. ഭാര്യമാരെ സഹായം ഭർത്താവിന് ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തം വാങ്ങിക്കൊടുക്കൽ തന്നെ. അതിന് പെൺകുട്ടികളും വളരണം. ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തം തന്നെ ചെറുതല്ല. ഇപ്പൊ സമയം ഇല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, നീ ഉവൈസുൽ ഖർനിയെ കണ്ട് ആരംഭിക്കണം. ആരോട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് ആരാണ്? ഉവൈസുൽ ഖർനിയെക്കാളൊക്കെ എത്രയോ വലിയ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ എന്നല്ല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഇന്നേ വരെയുള്ള എല്ലാ സമുദായത്തിലും അമ്പിയാക്കളെ കഴിച്ചാൽ ഏറ്റവും ബഹുമാനമുള്ള ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തെ വ്യക്തി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയുന്ന സഹാബി പോലുമല്ലാത്ത, റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഒരു മിനിറ്റ് പോലും ഹാജരായിട്ടില്ലാത്ത ഉവൈസുൽ ഖർനിയെ കണ്ടാ ദുആർപ്പിക്കണമെന്ന് പറഞ്ഞു. ദുആ ചെയ്യിപ്പിക്കണം ഉമറേ. എന്റെ ഉവൈസുൽ ഖർനിന്റെ മഹത്വം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നിട്ടില്ല. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നൊരു മിനിറ്റ് ഈമാനോട് ഒരു സെക്കൻഡ് പങ്കെടുത്താൽ ഈ സഹാബിയായി. സഹാബിക്കുള്ള ബഹുമാനം വലുതാണ്. അത്ര ബഹുമാനം മറ്റാർക്കുമില്ല. പിന്നെ എന്തേ സഹാബിയല്ലാത്ത ഉവൈസുൽ ഖർനിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ സഹാബികളിൽ പ്രമുഖനായ വലിയായ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞത്? കാരണം റസൂലുള്ള പറഞ്ഞില്ലേ, ഉവൈസുൽ ഖർനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ ആശയുണ്ട്, അവിടെ വരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ ഉമ്മയുണ്ട്. ഉമ്മാക്ക് ഖിദ്മത്തെടുക്കാൻ ആരുമില്ല, ഉമ്മാനെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പയെക്കാൾ സ്നേഹിക്കുന്നുണ്ട്, ഉമ്മാനെ കാണാൻ സ്നേഹിക്കുന്നുണ്ട്. അന്താ ഉമ്മുൻ അം അബൂ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി. ബാപ്പയും ഉമ്മയുമൊന്നും റസൂലുള്ളാഹിന്റെ സ്ഥാനത്തെത്തൂല. ബാപ്പനെ കാണും ഉമ്മനെക്കാളൊക്കെ സ്നേഹിക്കേണ്ടത് അള്ളാന്റെ റസൂലിനെ തന്നെയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ഖുർആൻ പറഞ്ഞില്ലേ, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കേണ്ടതും ബന്ധപ്പെട്ടതും അള്ളാന്റെ റസൂല് തന്നെ. പക്ഷേ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ്. നിങ്ങൾ ബാപ്പക്ക് ഖിദ്മത്തെടുത്തോളണം, ഉമ്മാക്ക് ഖിദ്മത്തെടുത്തോളണം. ദുബൈയിൽ പോകണോ ബാപ്പന്റെ സമ്മതം വേണം, ഖത്തറിൽ പോകണോ ബാപ്പന്റെ സമ്മതം വേണം, ഉമ്മാന്റെ സമ്മതം വേണം. ഹജ്ജിന് പോകണോ സമ്മതം വേണം. ബാപ്പന്റെയും ഉമ്മന്റെയും സമ്മതമില്ലാതെ ഒരു സ്ഥലത്തും യാത്ര പോകാൻ പാടില്ല. ബാപ്പയും ഉമ്മയും വല്ലാത്ത സ്ഥാനത്ത് തന്നെ. സഹോദരന്മാരെ, ബാപ്പയും ഉമ്മയും വല്ലാത്ത പവറുള്ളവര് തന്നെ. ബാപ്പനെയും ഉമ്മനെയും പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ പ്രവേശനമില്ല. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിന്റെ ചുവടയാ സ്വർഗം, ബാപ്പന്റെ പൊരുത്തത്തിലാ സ്വർഗം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടൂല ഉമ്മ പ്രായമുള്ള ഉമ്മ വീട്ടിലുള്ളപ്പോ ഉമ്മാന്റെ ഖിദ്മ
ഖിദ്മത്തെടുക്കാതെ റസൂലുള്ളാനെ കാണാൻ ചെന്നാൽ റസൂലുള്ള ഇഷ്ടപ്പെടൂല. നിസ്കാരങ്ങളാക്കിയിട്ട് ഉള്ളാളത്ത് സിയാറത്തിന് ചെന്നാൽ സയ്യിദ് മുഹമ്മദ് ശരീഫിൽ മദനി പൊരുത്തപ്പെടൂല. നിസ്കാരങ്ങളാക്കിയിട്ട് പാപ്പങ്കോയ തങ്ങളെ മഖ്ബറയിൽ വന്നാൽ തങ്ങള് പൊരുത്തപ്പെടൂല. നിസ്കാരങ്ങളാക്കിയിട്ട് മാലിക് ഇബ്നു ദീനാറിന്റെ സിയാറത്തിന് ചെന്നാൽ മാലിക് ഇബ്നു ദീനാർ പൊരുത്തപ്പെടൂല. ഇതുപോലെ അതാ സഹോദരിമാരെ, തല മറക്കാതെ മാറ് മറക്കാതെ ശരീരം മറക്കാതെ ആണുങ്ങളെ കൂടെ പുരുഷന്മാരുടെ കൂടെ ഇടകലർന്ന് അന്യപുരുഷന്മാരോട് ഒന്നും തിരക്കും കൂട്ടിയിട്ട് ഒരൊറ്റ ഉറൂസിന് പോയാലും ഒരു ഉറൂസ് നടത്തപ്പെടുന്ന വലിയും തങ്ങളും പൊരുത്തപ്പെടൂല. ഒരാലിമിന്റെ വീട്ടില് അന്യപുരുഷനും അന്യ സ്ത്രീയും ഇടകലർന്നുകൊണ്ട് കല്യാണത്തിന് ചെന്നാൽ ആ ആലിമ് പൊരുത്തപ്പെടൂല, ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് തന്നെ ശരിക്കാലോചിച്ചോളണം. മഖബറയിൽ വന്ന് തലയും തുറന്നിട്ട് മഖബറയിൽ വരുന്നവരുണ്ട് സ്ത്രീകള്. അതുപോലെ ചില മഖബറയിൽ വന്ന് ആണും പെണ്ണും ഇടകലരുന്ന സ്ഥലങ്ങളുണ്ട്. ഉറൂസാണെന്നും പറഞ്ഞ് ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്ന് അതാ നീങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. ആ ഔലിയാക്കൾ ഒന്നും അത് പൊരുത്തപ്പെടൂല. അള്ളാന്റെ അമ്പിയാക്കളും ഔലിയാക്കളും ദീനിനെതിരെയുള്ള ഒരു ചലനവും പൊരുത്തപ്പെടൂല, ഇഷ്ടപ്പെടൂല. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഉമ്മാക്ക് ഖിദ്മത്തെടുക്കാതെ റസൂലുള്ളാനെ കാണാൻ ചെന്നാൽ റസൂലുള്ള ഇഷ്ടപ്പെടൂല. അള്ളാന്റെ റസൂലിന്റെ മുഖം കാണാൻ വല്ലാത്ത ആശയുണ്ട്, അവിടുത്തെ സദസ്സിന്റെ ബറക്കത്ത് കിട്ടണമെന്ന് ആശയുണ്ട്. പക്ഷെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം വിട്ടുകൊണ്ടൊരു മുരീദില്ല. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമം വിട്ടുകൊണ്ട് ഒരു മഹാനെയും സ്നേഹിക്കലില്ല. ശരീഅത്തിന്റെ നിയമം ശരിക്ക് പിന്തുടർന്നോളണം. ശരീഅത്തിന്റെ നിയമം ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തമില്ലാതെ യാത്ര പാടില്ല, സമ്മതമില്ലാതെ യാത്ര പാടില്ല. അവരെ ഖിദ്മത്തെടുക്കാതെ ഒരു പണിയും പാടില്ല. എന്ന് പറയുന്ന പ്രദേശം വളരെ അകലെയാണ്. അൽഫ്യൂദിയറിയില്ലേ? ആ കറനിൽ നിന്ന് മദീനത്തേക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഉമ്മാന്റെ സമ്മതമില്ലാതെ വന്നുകൂടാ. ഉമ്മാന്റെ ഖിദ്മത്തിന് വേണ്ടി അവിടെ കൂടിയതാണ്. ആ ഉമ്മന്റെ ഖിദ്മത്തെടുത്ത മകന് ഉവൈസുൽ ഖറനി ശരീരമാസകല വെള്ളപ്പാണ്ട് രോഗമായിരുന്നു. അത് മുഴുവനും മാറിപ്പോയി. ഇനി ഒരു വെള്ളി നാണയത്തിന്റെ സ്ഥലം മാത്രം രോഗം ബാക്കിയുണ്ട്. ഉമറേ, ഉവൈസുൽ ഖറനിയെ കണ്ടാ ദുആ ചെയ്യിപ്പിക്കണേ ഉമറേ. ഉമ്മാക്ക് ഖിദ്മത്തെടുത്തത് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ദുആ ചെയ്യിപ്പിക്കേണ്ട മഹാനായി പോയി ഉവൈസുൽ ഖറനി. ഉമ്മന്റെ പൊരുത്തവും ബാപ്പന്റെ പൊരുത്തവും വളരെ വലുത് തന്നെ. അത് എന്റെ ഭർത്താവിന് സമ്പാദിക്കാൻ വേണ്ടി ഞാൻ എന്റെ സ്വഭാവം നന്നാക്കണമെന്ന ചിന്ത പെൺകുട്ടികളെ നിങ്ങളെ മനസ്സിലും ഉണ്ടാകണം കേട്ടോ. ഭർത്താവിന്റെ ഉമ്മക്ക് പ്രായമാണ്, ഭർത്താവിന്റെ ബാപ്പയ്ക്ക് പ്രായമാണ്. പ്രായമാകുമ്പോ ചെറിയ ദുശ്ശീലങ്ങളൊക്കെ സ്വാഭാവികമാണ്. ആ ദുശ്ശീലങ്ങളൊക്കെ നിങ്ങൾ വലിയ പർവ്വതീകരിച്ചിട്ട് സ്വന്തം ഉമ്മ വരുമ്പോ ഇതാ ഭർത്താവിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു കളഞ്ഞു, ഭർത്താവിന്റെ ബാപ്പ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് 100 കംപ്ലൈന്റ് നിങ്ങളെ ബാപ്പാരോടും നിങ്ങളെ ഉമ്മാരോടും പറഞ്ഞു നിങ്ങൾ വേദനിപ്പിക്കരുത് കേട്ടോ. ക്ഷമിക്കാൻ വളരണം പെൺകുട്ടികളെന്ന് പെൺകുട്ടികളോട് ഞാൻ ഉപദേശിക്കട്ടെ. എന്റെ ഉമ്മ മരിക്കാൻ വേറൊന്നും ചെറുപ്പക്കാരൻ കത്തായി ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഉമ്മാന്റെ ശല്യം, സ്വന്തം ഉമ്മാന്റെ ശല്യം. എത്ര ശല്യം ഉണ്ടെങ്കിലും ഉമ്മ മരിക്കാതെ വരക്കണമെന്ന് പറഞ്ഞ് എന്തായാലും ശരിയായിട്ടില്ല. ഞാൻ പറച്ചു തീർക്കാൻ നോക്കാത്ത സഹോദരന്മാരെ, ഒരിക്കലും തന്നെ
അങ്ങനെ ചിന്തിക്കുന്ന മക്കളും ആയി പോകരുത്. ഉമ്മ എത്ര തെറ്റിയതാലും ഉമ്മ തന്നെ. ഉമ്മാക്കൊരിക്കലും ഹിദ്മത്തെടുത്ത് തീർക്കാൻ കഴിയില്ല. ഉമ്മാക്ക് എത്ര ഹിദ്മത്തെടുത്ത് എങ്ങനെ തീർക്കാൻ കഴിയും? ഉമ്മ 10 മാസത്തോളം നമ്മളെ ബാറ്റിലിട്ട് പോറ്റി എന്നെ കൊണ്ട് ഒറ്റ ദിവസം ഇടാൻ കഴിയും. ഉമ്മാന പകരം ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ചെയ്ത പോലെ അങ്ങോട്ട് ചെയ്യണ്ടേ? ഒരു ദിവസം ഉമ്മാനെടുത്ത് ബാറ്റിലിടാനാവും. അതിനെ കൊണ്ട് നീ ഒരു ഉമ്മാക്ക് ഹിദ്മത്തെടുത്ത് മരിക്കുന്നവരെ എടുത്ത് നിന്റെ ഹിദ്മത്തെടുക്കും. പിന്നെ മനസ്സിലുള്ള എന്താ? ഉമ്മാന്റെ ഹിദ്മത്ത് ഏത് വരെയാ നീ എടുക്കുന്നത്? ഉമ്മ മരിക്കുന്നത് വരെയാണ് എന്ന് പറഞ്ഞാല് ഹിദ്മത്ത് എടുത്തെടുത്തും അങ്ങ് മരിച്ചോണോന്നാ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. അങ്ങനെല്ലാം ഉണ്ടാവൂലോ. നിന്നെ ഉമ്മ പോറ്റി എങ്ങനെ അറിയോ? ഞാൻ എന്റെ മകന് ഹിദ്മത്ത് എടുത്തെടുത്ത് എന്റെ മോൻ വളർന്ന് വലിയ വലിയ ആളാണെന്ന് വെച്ചിട്ടാ. നീ എടുക്കുന്നതോ ഹിദ്മത്ത് എടുത്തെടുത്ത് ഉമ്മ മരിക്കുന്നവരെ അങ്ങ് എടുത്ത് കളയണോടാ. അങ്ങനെ ഉമ്മാക്ക് തീർത്തോണോ അതിന്റെ ധാരണ? ഉമ്മാന്റെതോ ഇനി വളർന്ന് ഉഷാറാണോ ഉമ്മാന്റെ ധാരണ? ഇത് രണ്ടും തമ്മിലുള്ള എപ്പോഴെങ്കിലും ഒന്നാകുന്നു. ഒന്ന് വളരാൻ വേണ്ടി കൊടുത്ത സേവനം, മറ്റതോ മരിക്കാൻ വേണ്ടിയുള്ള സേവനം. ഇതുണ്ടോ തമ്മിലൊക്കെ നിറങ്ങും കാലത്ത്? അപ്പനെയും ഉമ്മനെയും വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ ഒരൊറ്റ അമലും സ്വീകരിക്കപ്പെടൂല.